80% ആളുകൾ പോലും ഈ പാപ്സ്മിയർ എന്ന സംഗതി കേട്ടിട്ടില്ല. ഇതിനെക്കുറിച്ച് നമ്മൾ ഇത്രയും അധികം അവയർനെസ് ഉണ്ടാക്കിയിട്ടും ഇത് വരെ അത് മനസ്സിലാക്കാനോ അത് ചെയ്യാനോ ആരും അതിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. അപ്പം എന്താണ് ഈ പാപ്സ്മിയർ ടെസ്റ്റ്? ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഡോക്ടർ ഉമാ രാധേഷ്, കൺസൾട്ടൻറ്റ് ഇൻ ഇൻഫെർട്ടിലിറ്റി ആൻഡ് ഒബ്സ്റ്ററ്റിക്സ് ആൻഡ് ഗൈനക് അറ്റ് ആസ്റ്റർ മിംസ് ഹോസ്പിറ്റൽ, കാലിക്കറ്റ്. പലപ്പോഴും പലരും ഒ പിയിൽ നമ്മൾ ഒരു ചെക്കപ്പിന് വരുമ്പോൾ അല്ലെങ്കിൽ ആർത്തവ ക്രമക്കേടുകളോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നമായി വരുമ്പോൾ എന്നെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പല സ്ത്രീകളും ഇപ്പോഴും എന്താണ് ഈ പാപ്സ്മിയർ എന്ന് അന്തം വിടുന്ന ആളുകൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഉണ്ട്. അടുത്ത് ഞാൻ ഒരു പരിപാടിയിൽ, ഒരു സ്ത്രീകളുടെ ഒരു പരിപാടിയിൽ ചെറിയതായിട്ട് ഒരു സ്പീച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് CA സർവിക്സ് ക്യാൻസർ ഇതിനെക്കുറിച്ച് ഒരു ടോക്ക് കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ മുഴുവനും സ്ത്രീകളായിരുന്നു. അപ്പോൾ അതിൽ ഒരു 80% ആളുകൾ പോലും ഈ പാപ്സ്മിയർ എന്ന സംഗതി കേട്ടിട്ടില്ല. ഇതിനെക്കുറിച്ച് നമ്മൾ ഇത്രയും അധികം അവയർനെസ് ഉണ്ടാക്കിയിട്ടും ഇത് വരെ അത് മനസ്സിലാക്കാനോ അത് ചെയ്യാനോ ആരും അതിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. അപ്പം എന്താണ് ഈ പാപ്സ്മിയർ ടെസ്റ്റ്? നമ്മുടെ ഗർഭാശയ ഗള ക്യാൻസർ, നമ്മളിപ്പോൾ സ്ത്രീകളിൽ കണ്ടുവരുന്ന ക്യാൻസേഴ്സ് ആണെങ്കിൽ ഗർഭാശയത്തിൻ്റെ ക്യാൻസർ ഉണ്ട്, ഗർഭാശയ മുഖം അല്ലെങ്കിൽ ഗർഭാശയ ഗളത്തിൻ്റെ ക്യാൻസേഴ്സ് ഉണ്ട്, ബ്രസ്റ്റ് ക്യാൻസേഴ്സ് ഉണ്ട്. ഇതൊക്കെയാണ് നമ്മളിൽ സ്ത്രീകളിൽ കണ്ടുവരുന്ന ചില ക്യാൻസേഴ്സ്. അപ്പോൾ ഇതിൽ ആകെ ഉള്ള ഒരു സ്ക്രീനിങ് ടെസ്റ്റ്, അതായത് നമുക്ക് നേരത്തെ തന്നെ സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ തന്നെ ഈ അസുഖം ഉണ്ടോ അല്ലെങ്കിൽ വരുന്നുണ്ടോ, വരാൻ സാധ്യതയുണ്ടോ എന്ന് കണ്ടുപിടിക്കുന്ന സ്ക്രീനിങ് ടെസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ക്യാൻസറാണ് ഈ ഗർഭാശയ ഗള ക്യാൻസർ. അപ്പോൾ ഇതിൽ പാപ്സ്മിയർ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഈ ക്യാൻസർ, മറ്റ് ഗർഭാശയ ക്യാൻസറും മറ്റതെല്ലാം നമുക്ക് ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങൾ കാരണം സ്ത്രീകളിൽ കാണുന്ന ക്യാൻസറാണ്, ബ്രസ്റ്റ് ക്യാൻസറും ഒക്കെ. പക്ഷേ ഈ CA സർവിക്സ് അല്ലെങ്കിൽ ഗർഭാശയ ഗള ക്യാൻസർ സാധാരണയായിട്ട് ഈ സെക്ഷുവൽ ബന്ധത്തിലൂടെ പകരുന്ന ഒരു വൈറസ്, HPV എന്ന് പറയുന്ന ഒരു വൈറസ് വഴി വരുന്നതാണ്. അപ്പോൾ ഈ ക്യാൻസറിൻ്റെ സ്ക്രീനിങ് നാം തുടങ്ങേണ്ടത്, പക്ഷേ ഇത് ക്യാൻസറായി മാറാൻ HPV ഇൻഫെക്ഷൻ സെക്ഷുവൽ റിലേഷൻഷിപ്പിൽ ഉള്ള സ്ത്രീകൾക്ക് ആർക്ക് വേണമെങ്കിലും HPV വൈറസ് ഇൻഫെക്ഷൻ വരാം. പക്ഷേ ഈ ഇൻഫെക്ഷൻ വരുന്നവർക്കെല്ലാം ക്യാൻസർ ആവുമോ എന്ന് ചോദിച്ചാൽ അല്ല. അതിൽ ഒരു ചെറിയ ശതമാനം സ്ത്രീകൾക്കാണ് ഈ ക്യാൻസർ. അത് കാലക്രമേണ, ഇപ്പോൾ 20 വയസ്സ് അല്ലെങ്കിൽ ഒരു കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടി നോക്കുമ്പോൾ ഒരു HPV ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മനസ്സിലാക്കാനോ ഒന്നും ഒരു വഴിയുമില്ല. അപ്പോൾ അത് സാധാരണ ചിലവർക്കൊക്കെ വെള്ളപ്പോക്കെന്ന് പറയും, വൈറ്റ് ഡിസ്ചാർജ് എന്ന് പറയും. ഇത് മാത്രമേ ഒരു കംപ്ലയിൻറ്റ് ഉണ്ടാവുകയുള്ളൂ. ആർത്തവ ക്രമക്കേടുകളോ അങ്ങനെയൊന്നും ഉണ്ടാവുകയില്ല. അപ്പോൾ ഈ ഇൻഫെക്ഷൻ വന്ന് കാലക്രമേണ 10-15 വർഷത്തിന് ശേഷം അത് നാം കണ്ടുപിടിക്കാതിരിക്കുകയും അത് ടെസ്റ്റ് ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് അത് ഗർഭാശയ ഗള ക്യാൻസർ. 45-50 വയസ്സിൽ ആണ് ഈ ഗർഭാശയ ഗള ക്യാൻസർ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്ക്രീനിങ് ടെസ്റ്റ് നാം സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഏകദേശം ഒരു 20-25 വയസ്സിൽ തന്നെ നമുക്ക് ഈ സ്ക്രീനിങ് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം, പാപ്സ്മിയർ. അപ്പോൾ പാപ്സ്മിയർ എന്ന് പറയുന്ന ടെസ്റ്റ് എന്താണ്? ഇത് ഒരുപാട് സ്ത്രീകൾ ഒ പിയിൽ വരുമ്പോൾ പിന്നെ പാപ്സ്മിയറും കൂടി എടുക്കാം എന്ന് വരുന്ന സ്ത്രീകൾ നമ്മൾ അങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്കിക്കും, ഇങ്ങനെ ഒരു ടെസ്റ്റ് ഉണ്ട്, അപ്പം നിങ്ങളത് എന്തായാലും ഒരു ഗൈനക്കോളജിക്കൽ ചെക്കപ്പിൻ്റെ കൂടെ ഈ ടെസ്റ്റും കൂടി എടുക്കുന്നത് നല്ലതായിരിക്കും. എപ്പോഴും നമ്മളൊരു അൾട്രാസൗണ്ട് സ്കാനിങ്ങും ഒരു പാപ്സ്മിയറുമാണ് ഗൈനക് ചെക്കപ്പിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ബ്രസ്റ്റ് എക്സാമിനേഷനും. ഇതാണ് നമ്മളൊരു ഗൈനക് ചെക്കപ്പിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന 3 കാര്യങ്ങൾ. അപ്പോൾ ഈ ടെസ്റ്റ് നാം സാധാരണയായിട്ട് ഗർഭാശയ ഗളത്തിൻ്റെ പിന്നെ ഭാഗത്ത് നിന്ന് ഒരു സ്പാച്ചുല വെച്ചിട്ട് എടുത്ത് അത് സ്ലൈഡിൽ സ്മിയർ ചെയ്ത് മൈക്രോസ്കോപ്പിൽ നോക്കുന്ന ഒരു ടെസ്റ്റാണ് ഈ പാപ്സ്മിയർ. ഈ പാപ്സ്മിയർ നാം ഒരു പ്രാവശ്യം ചെയ്തിട്ട് നോർമൽ ആണെങ്കിൽ അത് എല്ലാ 3 വർഷവുമാണ് അത് റിപ്പീറ്റ് ചെയ്യേണ്ടത്. കൊല്ലം പാപ്സ്മിയറിന് വരുന്ന സ്ത്രീകളുണ്ട്, അതിൻ്റെ ആവശ്യമില്ല. ഒരു പാപ്സ്മിയർ നോർമൽ ആണെങ്കിൽ നമുക്കൊരു 3 വർഷം കൂടുമ്പോൾ അത് റിപ്പീറ്റ് ചെയ്താൽ മതി. ഏകദേശം ഒരു 65-70 വയസ്സ് വരെയാണ് ഈ സ്ക്രീനിങ് ടെസ്റ്റ് നാം കണ്ടിന്യൂ ചെയ്യേണ്ടത്. ഇനി
ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ, അതായത് ഈ ക്യാൻസേഴ്സ് സ്ത്രീകളിൽ കണ്ടുവരുന്ന ക്യാൻസേഴ്സിൽ പ്രിവെൻറ്റ് ചെയ്യാനും നേരത്തെ കണ്ടുപിടിക്കാനും പറ്റുന്ന ഒരു ക്യാൻസറാണ് CA സർവിക്സ് അല്ലെങ്കിൽ ഗർഭാശയകള ക്യാൻസർ എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ നേരത്തെ തന്നെ നമുക്ക് ഇന്ന് വാക്സിനേഷൻ അവൈലബിൾ ആണ്. നമ്മൾ ഇപ്പം മംസിനും മീസിൽസിനും ഒക്കെ കുട്ടികൾക്ക് വാക്സിനേഷൻ കൊടുക്കുന്നത് പോലെ തന്നെ പെൺകുട്ടികൾക്ക് നമുക്ക് ഈ HPV വാക്സിനേഷൻ കൊടുക്കാം. ഇത് 2 തരത്തിലുള്ള വാക്സിനാണ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്നത്. അപ്പോൾ ആ വാക്സിനേഷൻ നാം സാധാരണയായിട്ട് അതിൽ ഒരു 100% എഫിക്കസി കിട്ടണമെങ്കിൽ സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നതിൻ്റെ മുന്നേ തന്നെ ഈ വാക്സിനേഷൻ എടുക്കണം. അപ്പോൾ ഈ ക്യാൻസർ വരുന്നത് HPV വൈറസ് ഇൻഫെക്ഷൻ കാരണമാണല്ലോ ഈ ക്യാൻസർ വരുന്നത്. അപ്പോൾ HPV ഇൻഫെക്ഷൻ നമുക്ക് കിട്ടുന്നതിൻ്റെ മുന്നേ തന്നെ ചെറിയ കുട്ടികൾ ഏകദേശം 12-14 വയസ്സ് സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നതിന് മുന്നേ തന്നെ ഈ വാക്സിനേഷൻ എടുത്തിരിക്കണം. അപ്പോൾ ഇതിൽ 2 തരത്തിലുള്ള വാക്സിനേഷൻ ഉണ്ട്. ഒന്ന് ഗാർഡാസിൽ, ഒന്ന് സെർവറിക്സ്, ഈ HPV ഇൻഫെക്ഷന് അഗെയിൻസ്റ്റ്. അപ്പോൾ നമ്മളതൊരു 12-14 വയസ്സുള്ള പെൺകുട്ടികൾക്കാണ് കൊടുക്കണം. പിന്നെ ഇതിന് ഏകദേശം എല്ലാവർക്കും എഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് നമ്മൾ കാണിക്കുന്ന ഗൈനക്കോളജിസ്റ്റിനെ ചോദിച്ച് നമ്മുടെ മക്കൾക്ക്, പെൺകുട്ടികൾക്ക് അത് കൊടുക്കണോ എന്ന് ചോദിക്കണം.